ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഫുൾ ത്രില്ലിംഗ് ആണ്, അടിപൊളി പടം. കംപ്ലീറ്റ് ജോണർ ഷിഫ്റ്റ്. കരം കൊണ്ട് ഹൃദയത്തിൽ തൊട്ട സിനിമ എന്ന് പറയാം. പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ആക്ഷനും പേർപ്പസ് ആയിട്ട് ഞങ്ങൾ പ്രൊമോഷൻ സ്ട്രാറ്റജി കുറച്ച് വെച്ചിരിക്കുക. എന്താണ് സിനിമ കണ്ടിട്ട് ആൾക്കാർ തീരുമാനിക്കട്ടെ എന്ന് ഓർത്തു. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു, പക്ഷെ വിനീതന്റെ പടം ആയതുകൊണ്ട് ഒരു ഇതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ നമ്മൾ ഇരുത്തിക്കളെ. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഫുൾ ത്രില്ലിംഗ് ആണ്, അടിപൊളി പടം, സൂപ്പർ പടം, ഹിറ്റാവും. വിനീതന്റെ പ്രണയപ്പെടാണ് ഇഷ്ടം. എങ്ങനെയുള്ള വിനീതന്റെ എല്ലാ പടവും ഓൾമോസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് നമുക്ക് ഫൈറ്റ് ഒക്കെ അടിപൊളി. പിന്നെ ഷാൻജാന്റെ ബീജിയം കംപ്ലീറ്റ് ജോണർ ഷിഫ്റ്റ്. അടിപൊളി ഡയറക്ഷൻ, നല്ല കഥ, ഗുഡ് ഫിലിം, നല്ല പടമായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഒന്നും പറയാനില്ല, എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. ത്രില്ലറാണ്, ത്രില്ലിംഗ് ആണ് മോസ്റ്റ്ലി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവാനോവിച്ച് ഒക്കെ വില്ലനായിട്ട്? അടിപൊളിയായിരുന്നു, നല്ല ഒരു ഓറ ഉണ്ടായിരുന്നു. സ്ക്രീനിൽ കാണുമ്പോൾ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കരം കൊണ്ട് ഹൃദയത്തിൽ തൊട്ട സിനിമ എന്ന് പറയാം. ഒരു ഇൻ്റലക്ച്വൽ ത്രില്ലറാണ് ഈ മൂവി. അറ്റ് ദ സെയിം ടൈം ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും കാണാം. നല്ല പെർഫോമൻസ് ആണ് ആക്ടേഴ്സിൻ്റെ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലോയറാണ്. അപ്പോൾ ഈവൻ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് മുതൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ചൈൽഡ് ട്രാഫിക്കിംഗ്, ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് ഐ തിങ്ക് ആ ഒരു വൺ പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ദ മൂവി ഈസ് ഹൗ വെൽ ഈ ഒരു സോഷ്യൽ മെസ്സേജ് ഹസ് ബീൻ ബ്രോട്ട് ഔട്ട് ത്രൂ സച്ച് എൻ എൻ്റർടൈനർ. ആൻഡ് ഐ തിങ്ക് ആ മൂവിയുടെ എല്ലാ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് ഹസ് ബീൻ ടു ദ ഫുള്ളസ്റ്റ്, മേക്കിംഗ് ഇറ്റ് ഒരു ഹോളിവുഡ് ലെവൽ മൂവി. ആൻഡ് അതിൻ്റെ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കരം കൊണ്ട് ഹൃദയത്തിൽ തൊട്ട സിനിമ. ദൈവത്തിൻ്റെ കരം. അതെ, ദൈവത്തിൻ്റെ കരം. സോ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ മൂവിയുടെ ക്ലൈമാക്സും. ആൻഡ് ഐ തിങ്ക് ഭയങ്കര വെരി വെരി വെൽ ടേക്കൺ, വെൽ presented and very well conveyed. So all the best Vishak, Vineet and the team. I'm sure the movie is going to be a rocking success. അടിപൊളി സിനിമയായിരുന്നു. ഞാൻ അങ്ങനെ വിനീത് സിനിമാസ് ഒന്നും കാണാറില്ല, പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പടമല്ലേ, നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. എല്ലാവരും കാണട്ടെ. വിനീതേട്ടൻ്റെ ഏറ്റവും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. അപ്പോൾ അതെല്ലാവരും വന്ന് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ. ഏറ്റവും നല്ല റൈറ്റ് ടൈമിലല്ലേ അങ്ങനെ ഒരു പുതിയൊരു ട്രൈ. അപ്പോൾ അത് വിനീതേട്ടനും ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണട്ടെ ഈ ഒരു പുതിയ ഒരു ട്രൈ. നല്ല സിനിമയാണ്, നല്ല സിനിമ, നല്ല പടമാണ്. എൻ്റർടൈനിങ് ആയിരുന്നു അവസാനം വരെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വിനീതേട്ടൻ്റെ ഈ ഒരു പാഠം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ജോണർ. നല്ലതാണ് ആക്ച്വലി, ഒരു ബ്രേക്ക് നല്ലതാണ്. പുള്ളിയുടെ സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ മാറിയിട്ട് തിര പോലെയൊക്കെ ഒരു അത്രയും തോന്നിയില്ല, പക്ഷെ തിരയാണ് കുറച്ചുകൂടെ വർക്കായത്. കുഴപ്പമില്ല, ബെറ്റർ ആണ്. പുള്ളിയുടെ ഒരു സ്ഥിരം പാറ്റേൺ അല്ല, തിരയൊക്കെ വർക്കായവർക്ക് ചെറിയൊരു കണക്ഷൻ കിട്ടും. നല്ല സിനിമയാണ്. നല്ല ആക്ഷൻ ത്രില്ലർ ആണ്. ആക്ച്വലി അടിപൊളി ആക്ഷൻ ഉണ്ട്. ഞങ്ങള് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ആക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല പടമാണ്, നല്ല അടിപൊളിയാണ്, നല്ല ത്രില്ലറാണ്. പോകുന്ന അറിയില്ല കേട്ടോ, സമയം പോകുന്ന അറിയില്ല. നമ്മളെ പിടിച്ചിരുത്തും. പിന്നെ അത് വേറൊരു സ്ഥലത്ത് എടുത്തേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മേക്കിംഗ് വിനി നന്നായി എടുത്തിട്ടുമുണ്ട്, അടിപൊളിയായിട്ട്. ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന്, കാരണം ഞങ്ങൾ 1.5 കൊല്ലമായി ഈ പടത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് അവരുടെ ഒരു ഫീഡ്ബാക്കും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. കാരണം ഞങ്ങൾ ഒരു 6-7 മാസമായിട്ട് ഇതിൻ്റെ ഷൂട്ട് നടന്ന കാര്യമോ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യമോ ഞങ്ങൾ ഒന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. പ്രൊമോഷൻ ആക്ടിവിറ്റി തന്നെ നമ്മൾ ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ് വന്ന് തീരുമാനിക്കണം നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓഡിയൻസ് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചോദിക്കും. അതുകൊണ്ട് പേർപ്പസ് ആയിട്ട് ഞങ്ങൾ പ്രൊമോഷൻ സ്ട്രാറ്റജി കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓവറായിട്ടല്ല, നമ്മുടെ കോണ്ടന്റ് എന്താണ് സിനിമ കണ്ടിട്ട് ആൾക്കാർ തീരുമാനിക്കട്ടെ എന്ന് ഓർത്തു. കാരണം ഞങ്ങൾക്ക് ഈ ഇത്രയും ബഡ്ജറ്റായി എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. കാരണം ഓഡിയൻസ് കണ്ട് തീരുമാനിക്കട്ടെ ഇത്രയും ബഡ്ജറ്റ് ആയല്ലേ എന്ന്. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ബഡ്ജറ്റ് ആയോ? എത്ര ആയി നിങ്ങൾ കണ്ടില്ലേ? ഇനി നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഇന്ത്യയിലല്ല ഫുൾ ഷൂട്ട് ചെയ്തത്, ജോർജിയ, അസർബൈജാൻ എല്ലായിടത്തും ഷൂട്ട് ചെയ്തു. അപ്പം നമ്മൾ മുടക്കിയിരിക്കുന്ന എല്ലാ സ്ക്രീനിലുണ്ട്. കാരണം ഇതൊരു 1.5 കൊല്ലത്തെ എഫേർട്ടായിരുന്നു. അതായത് റൈറ്റ് ഫ്രം ഷൂട്ട് തുടങ്ങണ തൊട്ടിട്ട് തീരണ വരെ ഒരു 1.5 ഇയേഴ്സിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പം അതിന് തിയേറ്ററിൽ വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം എല്ലാവരുടെയും കൂടെ ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. തിരക്ക് ശേഷമാണ് വിനീതേട്ടനെ നമ്മളെല്ലാവരും കാണുന്നത്. തിര പോലെ സാമ്യം ഇല്ലെങ്കിൽ പോലും ഒരു ജോണർ ഷിഫ്റ്റ്. അപ്പൊ അതെങ്ങനെ തോന്നി അക്ഷയ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ? ഭയങ്കര വിനീത് ആദ്യം പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഇത് ത്രില്ലർ കൈൻഡ് ഓഫ് ഫിലിമാണ്, വെളിരാജ്യത്തിലെ ഷൂട്ട്. അവിടെ നമുക്ക് ചലഞ്ച് ഉണ്ടായിരുന്നു. സോ ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് ആൾക്കാർ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ടൈമും കൂടെയാണല്ലോ.
അപ്പോൾ ഞങ്ങൾ ഓർത്ത് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ അപ്കമിങ് ഒരാളെ വെച്ചിട്ട് ഞങ്ങൾ ഇത് എക്സ്പെരിമെന്റ് ചെയ്യാന്ന്, അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച്. ദൈവം സാധിച്ചത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ വിദേശത്തെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയായിരുന്നു കണ്ടെത്തുക, ആ ചെറിയ കുട്ടിയൊക്കെ? ഞങ്ങളെല്ലാം ഒരു 6-7 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. ഞങ്ങൾ ജോർജിൽ ഒരു 4-5 പ്രാവശ്യം പോയി. അപ്പം ഇത് ഒരു മാസം 2 മാസം തുടങ്ങിയ കാര്യമാണ്. ഇതൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. ഒരു 1 ഇയർ പ്രോസസ്സിൽ ഒരു 4-5 പ്രാവശ്യം ആ രാജ്യത്ത് പോവുകയും അവിടെ ഇതേപോലെ സ്ക്രൂട്ടനൈസ് ലൊക്കേഷൻസ് ആയാലും ആർട്ടിസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിലാണ് നമ്മൾ ഷൂട്ടിന് തന്നെ പോയത്. എപ്പോഴും ഇന്റർവ്യൂസിലായാലും എല്ലാം വിനീതേന്റെ കൂടെ മാത്രമേ കാണാറുള്ളൂ. വിനീതേന്റെ പടങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിനീതിൻ്റെ കൂടെ ഒരു പടം ചെയ്യണം. കാരണം ഞങ്ങൾ തമ്മിലൊരു ബോണ്ടുണ്ട്, സിങ്ക് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം വിനീത് ഇങ്ങനെ എൻ്റെ അടുത്താണ് ഈ പ്രാവശ്യം ആവശ്യപ്പെട്ടത്. നോബിളുടെ സ്റ്റോറി കേട്ടപ്പം നിനക്ക് ഈ പടം എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഈ പടത്തിൽ അറിയാമല്ലോ, ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിനീത് അത് എന്നെ വിശ്വസിപ്പിച്ചു. അതേപോലെ വിനീതും കൂടെ പങ്കാളിയാണ് പ്രൊഡക്ഷനിലും കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അഥവാ ഈ ഒരു റിസ്ക് എടുക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പടം ചെയ്തത്. ഇനി ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങളുടെ 4ാമത്തെ പടം കൂടെ വരും. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷമാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾ എപ്പോഴും ഈ സിനിമ തന്നെയായിരുന്നു മനസ്സ് നിറയെ? ഇത് വർഷങ്ങൾക്ക് ശേഷം പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ വിനീത് ഫിക്സ് ചെയ്തിരുന്നു. നോബിൾ ആ സമയത്ത് സ്റ്റോറി പറഞ്ഞു. നോബിളാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ നോബിളിന്റെ സ്റ്റോറി കേട്ടപ്പോൾ വിനീതിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിനീത് അപ്പം തന്നെ ലോക്ക് ചെയ്തു, എനിക്ക് ഈ സബ്ജക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഫോം ആവുന്നത്. വിനീതന്റെ പ്രണയപടമാണോ ശരിക്കും ഇങ്ങനെയുള്ള ആക്ഷൻ ത്രില്ലറാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല പേഴ്സണലി തോന്നുവാണ്. വിനീതിന് ആക്ച്വലി പൊതുവെ ഫീൽ ഗുഡ് ഫിലിംസ് ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഫിലിമോഗ്രഫി എടുക്കുമ്പോൾ നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് ഫിലിംസും ചെയ്യണമല്ലോ. ഇപ്പോൾ വിനീതിന്റെ ഫാൻസിന്റെ റിക്വസ്റ്റും ഒക്കെ ഏറ്റവും കൂടുതൽ തിര 2 ആണ് വിനീതിന്റെ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ തിര 2 അല്ലെങ്കിൽ ഇതൊരു ത്രില്ലർ ഫിലിമാണ്. അപ്പോൾ വിനീത് അത് ഓഡിയൻസിന് വേണ്ടി കൊടുത്തതാണ്. ഇനി ഓഡിയൻസ് തിയേറ്ററിൽ വന്നിട്ട് പടം കണ്ട് തീരുമാനിക്കണം. 4ാമത്തെ പടം വരുമെന്ന് പറഞ്ഞു. എപ്പോഴൊക്കെ നമുക്ക് കാത്തിരിക്കാം? ഞങ്ങൾ ഒരുമിച്ചൊരു പടം ചെയ്യാനുണ്ട്. ഒരു ഫൺ ഫിൽഡ് പടം ചെയ്യണമെന്നാണ് ആവശ്യം. അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല. അടുത്ത വിനീത് എപ്പോഴാണോ റെഡി അപ്പോൾ ഞങ്ങൾ ഇറങ്ങും. വിനീതേട്ടൻ വിളിച്ചോ? ഹാപ്പിയാണ്? പടം കണ്ടായിരുന്നു? വിനീത് ഇപ്പോൾ UK-ലാണ്. അപ്പോൾ UK-ൽ നിൽക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനീത് അതിന്റെ ഫീഡ്ബാക്കിനെല്ലാം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്.